ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ കാണാത്ത വിഷമത്തില് ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളെയാണോ ഉപദ്രവിക്കേണ്ടത്? മോളെ, നാളെ ഞാൻ വിളിക്കും. സ്ഥലം പറയും. മമ്മിയോട് വന്നാ മതി. മോളെ, ഹലോ ഗാഥ, ഗാഥ, ഹലോ. സുന്ദരി ചേച്ചിയെ പോലീസിൽ പിടിപ്പിക്കാൻ വന്നവളാ. ചാകാൻ നേരത്തെ ഓരോരോ തോന്നലുകളെ നേരം വിളിപ്പിക്കൂല. അതിനു മുമ്പ് മൃഗങ്ങളും ഉണ്ടോക്കോളൂ. വാ. ഈ നേരത്തെ ആരാ ഈ കാട്ടില്? കള്ളത്തടിൽ ഓടിയാനോ മറ്റോ വന്നതാവും. അവരവരുടെ വഴിക്ക് വെക്കോളൂ. ഹലോ മാണിക്കുഞ്ഞ്, നവീൻ എവിടെയുണ്ട്? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഗാഥ മാഡം ഇത് എവിടെയാ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കുന്നതെന്ന് അറിയാവോ? എന്തുപറ്റി? ഗാഥ മാഡത്തെ കാണുന്നില്ലെന്നും പറഞ്ഞ് സിത്താര മാഡം നവീൻ സാറിനെതിരെ കേസ് കൊടുത്തിരിക്കുക. മമ്മി, നവീൻ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നവീൻ സാർ തളർന്നു വീണു. ഇപ്പതാ ഹോസ്പിറ്റലാ. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഗാഥ മാഡം ഇത് എവിടെയാണെന്ന് പറയൂ, അല്ല ഇങ്ങോട്ട് വാ. എനിക്കിപ്പോ തൽക്കാലം എങ്ങോട്ടും വരാൻ പറ്റില്ല മാണിക്കുഞ്ഞ്. ഓ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാഡത്തിനൊന്നും വരാനാവില്ലേ? എന്താ മാഡം എല്ലാരെയും ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഇതെന്ത് സ്വഭാവം ഇത്? ഗാഥ മാഡം, ഇതെന്ത് വിചിത്രമായ സ്വഭാവ. എന്തോടെ പരിപാടിയാണമാരെ? നീ കാട്ടിൽ വന്ന കാര്യം എന്താന്ന് വെച്ചാ അത് ചെയ്താ മതി. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വന്ന നീ ഇവിടെ കിടന്ന് ചാവും. അതത്ര ശരിയായിട്ടുള്ള കാര്യമാണോ അണ്ണ? സംഭവം എന്താന്ന് ഞാനൂടി അറിയട്ടെ. പോവാനല്ല പറഞ്ഞേ. എന്നെ ഇത്രയും കാലം കണ്ടോണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, ഒരു പ്രശ്നം വന്നാ ഈ വിഷ്ണു അതിൽ നിന്ന് ഓടി ഒളിക്കാറില്ല. ജയ, തീർക്കണാണ്. അടങ്ങടാ, അടങ്ങ്. ജീവനി കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. എന്താ ചെയ്യാ ചേട്ടാ, ജീവനിൽ ഒട്ടും കൊതിയില്ല. മാഡം, ഇത് കുടിക്കും. കൊണ്ടുപോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. എന്റെ മോള് വിളിക്കുന്നു. ഹലോ ഹലോ മോളെ, നീ ഇതെവിടെയാ മോളെ? മോക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സേഫ് അല്ലേ? ആരെങ്കിലും മോളെ ഉപദ്രവിച്ചോ? മോളെ എവിടെയെന്ന് പറ, മമ്മി അങ്ങോട്ട് വരാം. എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയതാ. എന്താവശ്യം? അത് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോ പറയാം. എപ്പോഴാ മോൾ ഇങ്ങോട്ട് വരുന്നേ? ഗാഥ, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. നാളെ മമ്മി ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. അപ്പൊ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. നാളെയോ? പറ്റില്ല. എനിക്ക് എന്റെ മോളെ ഇപ്പൊ തന്നെ കാണണം. എത്ര നേരമായി അങ്ങനെ മുള്ളു കൊള്ളുന്ന പോലെ ഞാൻ എന്നെ കഷ്ടപ്പെടുന്ന അറിയോ? മോൾ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും മമ്മി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ മമ്മിയോട് പറയാതെ എവിടേക്കെങ്കിലും പോയതിന് മമ്മി എന്തിനാ നവീനെ കുറ്റപ്പെടുത്തിയത്? മമ്മി എന്തിനാ നവീന്റെ പേരിൽ കേസ് കൊടുത്തത്? അത് പിന്നെ മോളെ നിന്നെ കാണാത്തൊരു വിഷമത്തില്. എന്നെ കാണാത്ത വിഷമത്തില് ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളെയാണോ ഉപദ്രവിക്കേണ്ടത്? മോളെ, നാളെ ഞാൻ വിളിക്കും. സ്ഥലം പറയും. മമ്മിയോട് വന്നാ മതി. മോളെ, ഹലോ
ഗാഥ ഗാഥ ഹലോ ശ്ശേ. ഗാഥ മാഡം എവിടെയാ മാഡം? ചോദിച്ച പറയണ്ടേ? അവളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ നവീന്റെ പേരിൽ കേസ് കൊടുത്തതും അയാൾ ഹോസ്പിറ്റലായതൊക്കെ. അപ്പോ ഗാഥ മാഡം ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. എന്തോ എനിക്കറിയില്ല. അവളെ ലാളിച്ച് വഷളാക്കിയത് ഞാൻ തന്നെ. അതുകൊണ്ടാ അവൾ ഇത്രയും നിർബന്ധ ബുദ്ധിയായത്. നാളെ അവള് വിളിക്കുന്നവരെ ഞാൻ കാത്തിരിക്കണമെന്ന്. അത്രേ ഉള്ളൂ എന്റെ മോക്കനോടുള്ള സ്നേഹം. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും മാഡം? പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? എന്ത് തന്നെ ആയാലും ഞാൻ പരിഹരിക്കുമല്ലോ. ഇതിപ്പോ അവക്കെന്താ സംഭവിച്ചെന്ന് പോലും. മാഡം, ഇത്രയും നേരം ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ മതിയെന്നല്ലേ പറഞ്ഞിരുന്നേ? അത്രയെങ്കിലും ആയില്ലേ? ഒന്നുമല്ലെങ്കിലും ഗാഥാ മാഡത്തിന് ഒരു കുഴപ്പമില്ലെന്നെങ്കിലും. ഒക്കെ ശരിയാണ്. പക്ഷെ അവളെന്ന് കാണുമ്പോ, ഒന്ന് മിണ്ടുമ്പോ, ഒന്ന് ചേർത്ത് പിടിക്കുമ്പോ കിട്ടുന്ന ആശ്വാസത്തിന് പകരാകുമോ എന്തെങ്കിലും? ഇനി എത്ര നേരം കാത്തിരിക്കണം ഞാൻ? ഈ കാടിനകത്തെ കാണാൻ പാടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കും, തടയാൻ പറ്റുന്നത് തടയും. അടിച്ചു ഒതുക്കണവനെ. Krishna